കുബേരൻ ഒരിക്കൽ ഗണപതിയെ പ്രാതലിന് ക്ഷണിച്ച രസകരമായ ഒരു കഥയുണ്ട്. താൻ ധനവാനാണെന്ന അഹങ്കാരം കുബേരന് ധാരാളമുണ്ടായിരുന്നു. എത്ര തന്നെ ഭക്ഷിച്ചാലും മതിവരാത്ത ഒരാളാണ് ഗണപതി എന്നും ഗണപതിക്ക് മതിയാവോളം ഭക്ഷണം കൊടുക്കാൻ തനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്നും കുബേരൻ മനസ്സിൽ കരുതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കുബേരൻ കൈലാസത്തിൽ ചെല്ലുകയും പ്രാതൽ ഉണ്ണാൻ ഗണപതിയെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കുബേരന്റെ അഹങ്കാരം അടക്കുവാൻ ഇത് തന്നെ പറ്റിയ അവസരമാണെന്ന് കണക്കാക്കിയ ഗണപതി കുബേരന്റെ ക്ഷണം നന്ദിപൂർവ്വം സ്വീകരിച്ചു. കുബേരന്റെ ക്ഷണമനുസരിച്ച് ഗണപതി കുബേര ഭവനത്തിലെത്തി. എത്രയും ആഡംബരത്തോടു കൂടിയായിരുന്നു കുബേരൻ ഗണപതിയെ സ്വീകരിച്ച് സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തിയത്. കുബേരന്റെ ഭവനവും സജ്ജീകരണങ്ങളും കണ്ട് ഗണപതി അമ്പരന്നുപോയി. കുബേരൻ ബഹുമാന പുരസ്കരം ഗണപതിയെ വിളിച്ച് ഭക്ഷണം കഴിക്കുവാനിരുത്തി. ഒന്നിനും ഒരു കുറവും സംഭവിക്കരുതെന്നും എല്ലാം വേണ്ടതിലുമധികം വിളമ്പിക്കൊള്ളണമെന്നും കുബേരൻ തൻ്റെ ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്രകാരം അവർ ഗണപതിയുടെ ഇലയിൽ വിഭവങ്ങളെല്ലാം ധാരാളം വിളമ്പി. ഒടുവിൽ അന്നം കൊണ്ടുവന്ന് വിളമ്പാൻ തുടങ്ങി. എത്ര തന്നെ വിളമ്പിയിട്ടും ഗണപതി മതി എന്ന് പറഞ്ഞില്ല. മാത്രമല്ല, വിളമ്പിയതെല്ലാം കൂടി കൂട്ടിയുരുട്ടി ഒരു ഉരുളയാക്കി ഗണപതി ഭക്ഷിച്ചു. വിളമ്പുകാർ വീണ്ടും വിളമ്പി. ഗണപതി എല്ലാം ക്ഷണനേരത്തിൽ ഭക്ഷിച്ചു തീർത്തു. വെച്ചുണ്ടാക്കിയ വിഭവങ്ങൾ ഓരോന്നായി തീർന്നു തുടങ്ങി. ഗണപതിയാകട്ടെ ഭക്ഷണം കഴിക്കൽ നിർത്തുന്നുമില്ല. വിളമ്പുകാർ വിഷമത്തിലായി. അവസാനം ചോറ് മാത്രമായി. ഗണപതി അതും മുഴുവൻ ഭക്ഷിച്ച് ഇനിയും വിളമ്പൂ എന്ന് പറഞ്ഞു. പിന്നീട് ഗത്യന്തരമില്ലാതെ വേവിക്കാത്ത അരിയും പച്ചക്കറികളും കൊണ്ടുവന്നു കൊടുത്തു. ഗണപതി യാതൊരു സങ്കോചവുമില്ലാതെ അതെല്ലാം തിന്നു തീർത്തു. കുബേരൻ പരിഭ്രാന്തനായി. ഗണപതി വിശപ്പടക്കാൻ ഭക്ഷണം കൊടുക്കാത്ത കുബേരനെ നോക്കി പരിഭവം പറഞ്ഞു. ഒടുവിൽ കുബേരന്റെ അഹങ്കാരമെല്ലാം ശമിച്ചു. അദ്ദേഹം പരമശിവനെ സ്മരിച്ചു. പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഗണപതി ആഹാരം കഴിക്കൽ നിർത്തി. പരമശിവൻ പുത്രന് ഒരു മാമ്പഴം കൊടുത്തു. ഗണപതിക്ക് വിശപ്പ് മാറി. താൻ ഭക്ഷിച്ച അഭക്ഷ്യമായ വസ്തുക്കളെല്ലാം ഗണപതി പുറത്തേക്ക് തന്നെ വിട്ടു. കുബേരൻ ഗണപതിയുടെ കാലിൽ വീണ് ക്ഷമാപണം ചെയ്തു. സന്തുഷ്ടനായ ഗണേശൻ കുബേരനെ അനുഗ്രഹിച്ചു മടങ്ങി.